പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആവേശത്തിൽ നമ്മളോട് പറഞ്ഞ വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിൻ്റെ വിഷയം. ഞാനും എൻ്റെ മലായിക്കത്തുകളൊക്കെ നിർവഹിക്കുന്ന ഒരു അമലാണ്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്തോളൂ എന്ന് കൽപ്പിക്കപ്പെട്ട വിഷയമാണ് സ്വലാത്ത്. ആ സ്വലാത്തുമായി ബന്ധപ്പെട്ട നബി തങ്ങളുടെ ഹദീസുകളിൽ നിന്നുള്ള ചിലത് ഉദ്ധരിക്കുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ മുഖപ്രസന്നനായി കാണപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. എന്താണ് കാരണം എന്ന ചോദ്യത്തിനുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്ന് ജിബ്രീൽ അലൈഹിസ്സലാമുമായി ഞാൻ മീറ്റ് ചെയ്തിരുന്നു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങയുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ മേലിൽ 10 സ്വലാത്ത് ചൊല്ലപ്പെടുമെന്ന്. അങ്ങയുടെ മേലിൽ ഒരു സ്വലാത്ത്, ഒരു സലാമിനെ ചൊല്ലിയാൽ 10 സലാം നിർവഹിക്കപ്പെടുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കൂ. നാളെ ആഖിറത്തിൽ എന്നോട് ഏറ്റവും സാമീപ്യം നേടുന്നവർ എൻ്റെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചവരാണെന്ന്. വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട്. എന്നിലേക്ക് സ്വലാത്തുകളെ എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട റയ്യാഹീങ്ങളായ മലായിക്കത്തുകളുണ്ട്. അവർ ചെയ്യുന്ന പണി, ലോകത്തിൻ്റെ ഏത് ദിക്കുകളിൽ നിന്ന് എൻ്റെ മേലിൽ ആര് സ്വലാത്ത് ചൊല്ലിയാലും അവകൾ എന്നിലേക്ക് എത്തിച്ചു തരിക എന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ സ്വലാത്തിനെ എഴുതി വച്ചാൽ ആ എഴുത്ത് നിലനിൽക്കുന്ന കാലത്തോളം ആ മനുഷ്യന് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുന്ന മലായിക്കത്തുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞ മറ്റൊരു ഊന്നിപ്പറഞ്ഞ വിഷയം കൂടെയുണ്ട്. വാങ്ക് ഇഖാമത്തുകൾക്ക് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങുന്ന അതിനുശേഷമുള്ള ദുആ നിങ്ങൾ മുടക്കാതെ നിർവഹിക്കണമെന്ന്. കാരണം ആ ദുആ നിർവഹിക്കുന്നവർക്ക് എൻ്റെ ശഫാഅത്ത് തീർച്ചയായും ലഭ്യമാണെന്ന്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ബഖീലായ, പിശുക്കനായ മനുഷ്യനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന് തങ്ങൾ പറഞ്ഞത്, എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലാത്തവൻ അവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന്. തങ്ങളുടെ മേലിൽ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലി നാളെ ആഖിറത്തിൽ അവിടുത്തെ കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.